ആദ്യം സമോസയ്ക്കുള്ള മാവ് തയ്യാറാക്കാം. അതിന് 1.5 കപ്പ് ഗോതമ്പ് പൊടി, അതിൻ്റെ കൂടെ ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർക്കുന്നുണ്ട്. അതൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി 1/2 ടീസ്പൂൺ അയമോദകം. അയമോദകം എന്ന് പറഞ്ഞാൽ ക്യാരം സീഡ്സ് എന്ന് പറയും, ഹിന്ദിയിലാണെങ്കിൽ അജ്വൈൻ എന്ന് പറയും. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി വെള്ളം ഒഴിച്ച് സാധാരണ ചപ്പാത്തിക്ക് ഒഴിക്കുന്ന അതേ പരുവത്തിൽ കുഴച്ചെടുക്കുക. റെഡി ആയിരിക്കുന്നുണ്ട്. മസാല തയ്യാറാക്കാനായിട്ട് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നു. ഇനി 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തു. സവാള വഴണ്ട് കഴിഞ്ഞിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കും. സവാള വഴണ്ടിട്ടുണ്ട്. അതിലേക്ക് ഗ്രീൻ പീസ് ഫ്രോസണാണ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വെന്ത് വരും. ഒരു പിടി പുതിനയില, ഒരു പിടി മല്ലിയില, അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്. ഇത്രയും കൂടെ നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, മുളക് പൊടി 1/4 ടീസ്പൂണ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂണ്, മാംഗോ പൗഡർ 1/2 ടീസ്പൂൺ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ആ മിക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. സമോസയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ചപ്പാത്തിക്ക് ബോൾസ് എടുക്കുന്നത് അതുപോലെ അത്രയും വലിപ്പത്തിലാണ് ഇവിടെ ബോൾസ് ആക്കി വെച്ചിട്ടുള്ളത്. അത് നല്ലപോലെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഞാനിവിടെ ചപ്പാത്തി വലിപ്പത്തിൽ പരത്തി വെച്ചിട്ടുണ്ട്. ഇത് 2ആയിട്ട് നെടുകെ മുറിച്ചെടുക്കണം. ഇത് നമ്മളിതാ ഇങ്ങനെ വെച്ച് പൊട്ടിക്കണം. ഇതിൻ്റെ ഒരു വശത്ത് അല്പം വെള്ളം തേച്ച് കൊടുക്കുക, നല്ലപോലെ ഒട്ടാനായിട്ടാണ്. എന്നിട്ട് ഇതിപ്പോഴും ഇതിനുള്ളിലേക്ക് ഫില്ലിങ്സ് നിറച്ച് കൊടുക്കാം. ഇനി അത് ഈ അരിവിൽ വെള്ളം തേച്ച് കൊടുക്കുക. അതിങ്ങനെ ചേർത്ത് ഇതാ നമ്മുടെ സമോസ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. നമ്മുടെ സമോസ റെഡി ആയിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക, പേജ് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ സമോസ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക.